സുനിത വില്യംസ് സ്പേസിൽ നിന്നും എർത്തിലോട്ട് ലാൻഡ് ആയിട്ടുണ്ട്. പുള്ളിക്കാരത്തെ പോലുള്ള റിസർച്ചേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? സ്റ്റാർട്ടിങ് തന്നെ നമുക്കിപ്പം അവരുടെ ഫസ്റ്റ് വിഷ്വൽസ് നിങ്ങൾ കണ്ടല്ലോ. അവരെ സ്പേസ് ഷിപ്പിൽ നിന്ന് എടുത്ത് പൊക്കി സ്ട്രക്ചറിലേക്ക് വെച്ചാൽ പോയിരിക്കുന്നത്. അവർ കൈവീശി കാണിച്ചു, പക്ഷേ ദേ വർ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു മൈ ഫീൽഡ്, സീയിങ് ദാറ്റ് ഇയർ ബാലൻസിന്റെ ഇഷ്യൂ. നോട്ട് ജസ്റ്റ് ഇയർ ബാലൻസ് ഇഷ്യൂ, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷേ ദർ ഇസ് വൺ റീസൺ, മെയിൻ റീസൺ, ദാറ്റ് ഇസ് ഇയർ ബാലൻസ് ഇഷ്യൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിന്റെ അകത്തുള്ള ഓർഗൻസ് എപ്പോഴും അലൈൻ ചെയ്തിരുന്ന എഗൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. നമ്മൾ കുഞ്ഞിലെ വരുമ്പോൾ നമ്മൾ മുട്ടയിലൊക്കെ എഴുതി നടക്കുമ്പോൾ ഇറ്റ് ഇസ് നിയർ ടുവേർഡ്സ് ദ ഗ്രാവിറ്റി. അത് കഴിഞ്ഞ് 2 കാലം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇറ്റ് ഇസ് അവേ ഫ്രം ദ ഗ്രാവിറ്റി. അതിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം പയ്യെ പിച്ച വെച്ചാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ നാളും കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചേഴ്സ് എല്ലാം ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്തേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അവര് മൈക്രോ ഗ്രാവിറ്റിയിലോട്ട് പോകുമ്പോൾ, അതായത് സ്പേസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാവിറ്റി ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ചെവിക്കകത്ത് ഓട്ടോലിത്ത് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയ ക്രിസ്റ്റൽസ് പോലത്തെ സാധനം. അപ്പൊ അത് താഴേക്ക് പുള്ളി ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ക്രിസ്റ്റൽസ് മൈക്രോ ഗ്രാവിറ്റി കാരണം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഫ്ലോട്ട് ചെയ്തിട്ട് അത് ഈ സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞ് നമുക്ക് ചെവിക്കകത്ത് 3-4 കനാൽസ് ഉണ്ടാവും. ആ കനാൽസിന്റെ അകത്തെല്ലാം സ്പ്രെഡ് ചെയ്യും. അപ്പം തിരിച്ചവർ ആ സ്പേസിൽ നിന്ന് തിരിച്ച് ഏർത്തിൽ വന്നു കഴിയുമ്പോഴും ഈ ക്രിസ്റ്റൽസ് താഴോട്ട് വലിക്കും. പക്ഷെ അത് പല പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്.